ക്രിസ്തീയ ദേവാലയങ്ങളിൽ ശബ്ദക്രമീകരണം നടത്തുന്ന വിശ്വനാഥൻ തിരുമേനിയെക്കുറിച്ചാണ് ഇന്നത്തെ ഏഷ്യാനെറ്റ് സ്പെഷ്യൽ. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 107 ക്രിസ്തീയ ദേവാലയങ്ങളിലെ പ്രാർത്ഥനാ ഹാളുകളിൽ തിരുമേനി ശബ്ദക്രമീകരണം നടത്തിക്കഴിഞ്ഞു. ദൈവനിശ്ചയമായാണ് വിശ്വനാഥൻ തിരുമേനി ഈ ജോലിയെ കാണുന്നത്. വിശ്വനാഥൻ തിരുമേനി ശബ്ദ സംവിധാനം നൽകിയിട്ടുള്ള പള്ളികളിലെ പാട്ടുകുർബാന കൂടുതൽ വ്യക്തവും സ്ഫുടവുമാണ്. കാരണം ആക്റ്റീവ് സ്പീക്കർ സംവിധാനമാണ് വിശ്വനാഥൻ നമ്പൂതിരി ഉപയോഗിക്കുന്നത്. സാധാരണ പള്ളികളിൽ പാസീവ് സ്പീക്കർ സംവിധാനമാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ 74 മാത്രം പള്ളി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അത് ബോംബെലൊരു കൊച്ചുങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു 24 പള്ളി പുതിയതും ബാക്കിയെല്ലാം സിസ്റ്റം മാറ്റി ലോക്കലായിട്ടിരിക്കുന്ന സിസ്റ്റങ്ങൾ മാറ്റിയിട്ട് ഞങ്ങളുടെ സിസ്റ്റം വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മധ്യ തിരുവിതാംകൂറിലെ നിരവധി പള്ളികളിൽ വിശ്വനാഥൻ നമ്പൂതിരി ശബ്ദവിന്യാസം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ശബ്ദക്രമീകരണ ശൈലിക്ക് വിശ്വാസികൾക്കിടയിൽ വലിയ മതിപ്പാണുള്ളത്. നേതൃത്വം കൊടുക്കുന്ന ആള് എന്താ പറയുന്നത്, എന്താണ് ചൊല്ലുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആരാധന അരോചകമാണ്. ഇത് വളരെ വ്യക്തമായിട്ട് കിട്ടും. അതുകൊണ്ട് ആരാധനയിൽ ആളുകളുടെ പങ്കാളിത്തവും അതുകൊണ്ട് കുറച്ചുകൂടെ സജീവമായിരിക്കും. 5 പേരാണ് വിശ്വനാഥന്റെ സംഘത്തിലുള്ളത്. വിശ്വനാഥൻ രൂപകൽപ്പന ചെയ്യുന്ന സ്പീക്കറുകളുടെ ആകൃതിയും വ്യത്യസ്തമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രധാന വാർത്തകൾ